കൊല്ലം മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ പൂക്കളത്തിൽ കാവിക്കൊടി വരച്ചതുമായി ബന്ധപ്പെട്ട തർക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു വിഭാഗം വളച്ചൊടിച്ചതാണെന്ന് പോലീസ്. പൂക്കളത്തിനൊപ്പം RSS പതാകയ്ക്ക് സമാനമായ കാവിക്കൊടി വരച്ചതിൽ തർക്കമുയർന്നതിനെ തുടർന്നാണ് ക്ഷേത്രം ഭരണസമിതി പോലീസിനെ സമീപിച്ചത്. എന്നാൽ പൂക്കളത്തിനൊപ്പം രേഖപ്പെടുത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന എഴുത്ത് മായ്ക്കാൻ പോലീസ് ആവശ്യപ്പെട്ടുവെന്ന പ്രചാരണമാണ് ഒരു വിഭാഗം നടത്തുന്നത്. നിലവിലുള്ള വിവാദം ചിലർ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നാണ് ആക്ഷേപം. മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിനു മുന്നിൽ തിരുവോണനാളിലാണ് ഒരു കൂട്ടം യുവാക്കൾ പൂക്കളത്തിനൊപ്പം കാവിക്കൊടിയും വരച്ചത്. RSSന്റെ കൊടിക്ക് സമാനമായ കാവിക്കൊടി വരച്ചതിൽ ചിലർ എതിർപ്പറിയിക്കുകയും ചെയ്തു. പൂക്കളത്തിന് സമീപം തന്നെ ഛത്രപതി ശിവജിയുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെയും വിമർശനമുയർന്നു. രാഷ്ട്രീയ ചിഹ്നങ്ങൾ നീക്കം ചെയ്യണമെന്ന് യുവാക്കളോട് ക്ഷേത്ര ഭരണസമിതി ആവശ്യപ്പെട്ടുവെങ്കിലും തയ്യാറായില്ല. ഇതോടെ ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിലാണ് പോലീസ് ഇടപെടലുണ്ടായത്. പോലീസ് ഇടപെട്ടതോടെ പൂക്കളത്തിന് സമീപം എഴുതിയ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് മായ്ക്കാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നാരോപിച്ച് പ്രശ്നം വഴിതിരിച്ചുവിടാനാണ് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചത്. പൂക്കളം ഒരുക്കുന്നത് സംബന്ധിച്ച് ഇവിടെ നേരത്തെയും തർക്കം നിലനിന്നിരുന്നു. ഇത് പരിഹരിക്കാൻ ഇടത് കോൺഗ്രസ് പ്രതിനിധികളടക്കം ഉൾപ്പെടുന്ന ക്ഷേത്ര ഭരണസമിതിയെയും സംഘപരിവാർ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി പൂക്കളം ഒരുക്കുന്നതിൽ പോലീസ് ചർച്ചയും നടത്തിയിരുന്നു. പൂക്കളത്തിൽ രാഷ്ട്രീയമായ ചിഹ്നങ്ങളോ അടയാളങ്ങളോ പാടില്ലെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. നിർദ്ദേശം ലംഘിച്ചാൽ കലാപശ്രമത്തിന് കേസെടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് മറികടന്നാണ് ഒരു കൂട്ടം യുവാക്കൾ പൂക്കളത്തിനൊപ്പം RSS പതാകയ്ക്ക് സമാനമായ കാവിക്കൊടി വരച്ചത്. തർക്കമുണ്ടായതിനെ തുടർന്ന് രാഷ്ട്രീയ ചിഹ്നങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും നിരസിച്ചതോടെ 27 പേർക്കെതിരെ കേസെടുത്ത് FIR ഇടുകയും ചെയ്തു. FIRലും കാവിക്കൊടി നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടതെന്നത് വ്യക്തമാണ്. പൂക്കളത്തിലെ കാവിക്കൊടി ഒഴിവാക്കണമെന്ന പോലീസ് നിർദ്ദേശം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെന്ന തരത്തിലാക്കി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം പ്രചാരണം നടത്തിയതാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. സംഭവം BJP പ്രചാരണായുധമായി ഏറ്റെടുത്തതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പൂക്കളത്തിൽ കാവിക്കൊടി വരയ്ക്കുന്നതിൽ തെറ്റില്ലെന്നും പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നുമാണ് BJP നിലപാട്. ന്യൂസ് മലയാളം, കൊല്ലം.